ഇപ്പോഴത്തെ കുട്ടികൾ വളരെയധികം ജോബ് ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്നവരാണ്. ഡിഗ്രിക്ക് ശേഷം മാസ്റ്റേഴ്സ് ഒക്കെ ഫുൾ ടൈം വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ദുബായ് ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കൂടാതെ 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ മാസ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജോബ് നോക്കുന്ന സമയത്ത് ദുബായിൽ മാത്രമല്ല ബാക്കി 7 എമിറേറ്റ്സിൽ അവർക്ക് ജോലി നോക്കാനായിട്ടും ഒരു ഹൈ പേയിങ് പാക്കേജോട് കൂടിയിട്ട് ടോപ്പ് കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് കിട്ടും. അതുപോലെ തന്നെ വിസ പ്രോസസ്സിംഗ് വളരെ ക്വിക്കാണ്. നമുക്കൊരു 4 മാസം അല്ലെങ്കിൽ 3 മാസം പേപ്പർ വർക്ക് അങ്ങനെ ഒന്നും വരുന്നില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിസ കിട്ടും. വിസ ഗ്യാരണ്ടീഡ് എന്ന് തന്നെ നമുക്ക് പറയാം. വീക്ക്ലി 1-2 ദിവസം, അതും ഈവനിങ്ങിൽ സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ ഒക്കെയാണ് ക്ലാസ്സസ് വരുന്നത് ദുബായിൽ. അപ്പോൾ ബാക്കിയുള്ള സമയം സ്റ്റുഡൻസിന് ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ദുബായിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷൻ കൂടെയാണ് ദുബായ് എന്ന് പറയുന്നത്. ട്യൂഷൻ ഫീസ് മാസ്റ്റേഴ്സിനൊക്കെ ഒരു 8 lakhs അല്ലെങ്കിൽ 8 lakhs താഴെയൊക്കെയാണ് ആക്ച്വലി ട്യൂഷൻ ഫീസ് വരുന്നത്. ദുബായിൽ പഠിക്കാനായിട്ട് IELTS-ന്റെ ആവശ്യമില്ല. ഇയർ ഗ്യാപ്പ് എത്രയുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ല. വിസ റിക്വയർമെന്റ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷോമണി എന്നൊക്കെ പറയുന്നത് നമുക്ക് ബാക്കിയുള്ള കൺട്രീസ് വരുന്ന പോലെ തന്നെ ദുബായിൽ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും HSN കൗൺസിലേഴ്സിനെ ഒക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് പ്രോസസ് ചെയ്തു തരും.